പ്രാർത്ഥനാ നിറവിൽ പുണ്യം തേടി ആറ്റുകാലിൽ പൊങ്കാല അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ. അല്പസമയത്തിനകം നിവേദ്യ സമർപ്പണത്തിന് തുടക്കമാകും. തത്സമയ വിവരങ്ങളുമായി നമ്മുടെ 24 ആർവിദിന് അവിടെയുണ്ട്. ആദ്യം മേഘ്ന മുരളിയിലേക്കാണ്. മേഘ്ന, ഇനി പറയുന്ന നിവേദ്യം അർപ്പിക്കാൻ, ദേവിക്ക് നിവേദ്യം അർപ്പിക്കാൻ വെറും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. അവസാനവട്ട ഒരുക്കങ്ങളിലാണോ ഭക്തരൊക്കെ ഉള്ളത്? ഭക്തജന ലക്ഷങ്ങൾ പൊങ്കാല അർപ്പിച്ചു കഴിഞ്ഞു, പൊങ്കാല ഒരുക്കി കഴിഞ്ഞു. ഇനി നിമിഷങ്ങൾ എണ്ണിയുള്ള കാത്തിരിപ്പ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പൊങ്കാല സമർപ്പിക്കും ദേവിക്ക് എന്നുള്ളതാണ്. ഇപ്പോൾ 2:15 തന്നെയാണ് പൊങ്കാല സമർപ്പണ ചടങ്ങുകൾ നടക്കുക. അതിൽ ഒരു വിശ്വാസം എന്ന് പറയുകയും ചെയ്യുന്നത് അമ്മയ്ക്ക് അല്ലെങ്കിൽ ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല ഒരുക്കുന്നു, അത് സമർപ്പിക്കുക. 2:15 പൊങ്കാല നിവേദ്യം സമർപ്പിക്കുക. അത് തീർത്ഥജലം ഈ പൊങ്കാലയിൽ അർപ്പിക്കുന്നതോടുകൂടി തന്നെ, തെളിയിക്കുന്നതോടുകൂടി തന്നെ ഈ ഒരു പൊങ്കാല അമ്മ സ്വീകരിച്ചതായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഭക്തജന ലക്ഷങ്ങൾക്കുള്ളത്. അതിനായുള്ള കാത്തിരിപ്പ് 10 മണി 11 മണിയോടുകൂടി തന്നെ പൊങ്കാല ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഈ നൈവേദ്യത്തിനുള്ള കാത്തിരിപ്പായിരുന്നു ഭക്തജനങ്ങളുടേതായിട്ടുണ്ടായിരുന്നത്. അതിൽ പല ആൾക്കാരും വ്രതം നോറ്റ്, അതായത് ഈ അമ്മയ്ക്ക് നൈവേദ്യം സമർപ്പിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക, അരിയാഹാരം കഴിക്കുക എന്നടക്കമുള്ള വ്രതം നോറ്റ് ഈ ഒരു ചടങ്ങ് നടത്തുന്ന ഭക്തജനങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പേർ ഭക്തജന ലക്ഷങ്ങളാണ് ഈ ആറ്റുകാൽ സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. അതുപോലെ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ, നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വിവിധ ഇടങ്ങളിൽ ആളുകൾ ഭക്തജന ലക്ഷങ്ങൾ പൊങ്കാലയിട്ടു. അതിന്റെ ഭാഗമായി തന്നെ പൊങ്കാല സമർപ്പണം, അത് വിവിധങ്ങളായിട്ടുള്ള നൈവേദ്യങ്ങളാണ് ആറ്റുകാലമ്മയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. തെരളി അടക്കമുള്ള, മണ്ടപ്പുറ്റ് അടക്കമുള്ള നൈവേദ്യങ്ങളാണ് ആറ്റുകാലമ്മയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. ഇനി ആറ്റുകാലമ്മയ്ക്ക് അത് സമർപ്പിക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ 2:15 തന്നെ നൈവേദ്യ സമർപ്പണ ചടങ്ങ് നടക്കും. അതിനുശേഷമായിരിക്കും തീർത്ഥജല പുണ്യാഹം നടക്കുക. അതിൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയ്ക്ക് ഈ തീർത്ഥജലം തളിക്കുന്നതോടുകൂടി തന്നെ അമ്മയ്ക്ക് ഈ നൈവേദ്യം സമർപ്പിച്ചു എന്നുള്ളതാണ് വിശ്വാസം. ഇപ്പോൾ മേൽശാന്തിമാരടക്കം ഈ നൈവേദ്യ സമർപ്പണ ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അവർ ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ ഈ ശ്രീകോവിലിന് മുന്നിലത്തെ പൊങ്കാലയടുപ്പിൽ നൈവേദ്യം തയ്യാറായിരുന്നു. അമ്മയ്ക്കുള്ള ഏറ്റവും പ്രിയപ്പെട്ട ശർക്കര പായസം തയ്യാറായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നൈവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. രാവിലെ 9:15 പുണ്യതീർത്ഥ സന്നാഹത്തോടു കൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. അതിനുശേഷമാണ് പിന്നീട് പൊങ്കാലയടുപ്പിൽ തീ പകരുകയും അതുപോലെ തന്നെ ഭക്തജന ലക്ഷങ്ങളുടെ അടുപ്പുകളിലേക്ക് തീ ജ്വലിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈ നൈവേദ്യ സമർപ്പണത്തിനുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ലക്ഷോപലക്ഷം ആളുകൾ ഈ പല നഗരത്തിലും അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിലും പൊങ്കാല ഇട്ട് കാത്തിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് അമ്മയ്ക്ക് നൈവേദ്യം സമർപ്പിക്കാനുള്ള ഒരു നിമിഷമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത്. മേൽശാന്തിമാരുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. മേഘ്നയാണ് വിവരങ്ങൾ നൽകി പോന്നിരുന്നത്. ഭണ്ഡാരടുപ്പിൽ നിന്ന് പകർന്ന തീ ലക്ഷക്കണക്കിന് പൊങ്കാലടുപ്പുകളിലേക്ക് പകർന്ന നിവേദ്യം തയ്യാറായി. ഇനി അത് ദേവിക്ക് സമർപ്പിക്കുക. ഒരുപാട് പ്രാർത്ഥനകളോടുകൂടി അടുത്ത വർഷവും ദേവിയെ കണ്ട് അവർ പ്രാർത്ഥിച്ചതിനൊക്കെ ഫലം കണ്ടെന്ന് ഉറപ്പുവരുത്തി. ഇനിയും കൂടുതൽ പ്രാർത്ഥനകളും ഒപ്പം വലിയ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് തിരുവനന്തപുരം നഗരമാകെ. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ദേവിക്ക് ഇപ്പോൾ പൊങ്കാല അർപ്പിക്കാൻ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പുണ്യതീർത്ഥം തളിച്ച് ദേവിക്ക് പൊങ്കാല അർപ്പിച്ചത് നിവേദ്യം തയ്യാറായി. നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ ചടങ്ങ് പൂർത്തിയാവും. പിന്നെ മടക്കയാത്രയാണ്. ഇപ്പോൾ ലിഡിയ ജേക്കബ് കൂടി ചെയ്യുന്നു. ലിഡിയ, മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ നിവേദ്യ സമർപ്പണത്തിനുള്ള സമയമായി. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്ന ആചാരം? അല്പസമയത്തിനുള്ളിൽ നിവേദ്യം സമർപ്പിക്കും. അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും തന്നെയാണ് നടക്കുന്നത്. അത് എനിക്ക് പിന്നിലുള്ള ഈ ഒരു അടുപ്പുകളിലെല്ലാം തയ്യാറായി കഴിഞ്ഞു. ചേച്ചിമാരൊക്കെ അല്പസമയം മുൻപ് വരെ ഈ വെയിലൊക്കെ ഒന്ന് മാറട്ടെ എന്നൊക്കെ വിചാരിച്ച് ഈ കടകത്തിൻ്റെയിലും മറ്റുമൊക്കെ മാറിയിരിക്കുകയായിരുന്നു. ഈ റോഡിൽ മുഴുവനും ഈ അടുപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിമാരൊക്കെ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് നിവേദ്യമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് മാറിയിരിക്കുകയായിരുന്നു. പക്ഷേ ചേച്ചിമാരൊക്കെ വീണ്ടും അടുപ്പിൻ്റെ അരികിലേക്ക് വന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ സമർപ്പിക്കുമെന്നുള്ളതാണ്. പുണ്യതീർത്ഥം തളിച്ച നിവേദ്യം ദേവിക്ക് സമർപ്പിക്കും എന്നുള്ളതാണ്. അനേകായിരങ്ങൾ, അനേക ലക്ഷങ്ങൾ ഈ അമ്മയുടെ അനുഗ്രഹവും ഏറ്റുവാങ്ങിക്കൊണ്ട് അല്പസമയത്തിനുള്ളിൽ അനന്തപുരി വിടും എന്നുള്ളതാണ്. ഈ വർഷവും ഏറെ ആത്മസംതൃപ്തിയോടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി ഭക്തർ അനന്തപുരിയിൽ നിന്നും യാത്രയാവുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഭക്തരെല്ലാവരും ഇവിടെ നിന്ന് മടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ദേവിക്ക് പൊങ്കാല അർപ്പിക്കാൻ. ഇപ്പോൾ സ്മിത ഹരിദാസ് നമ്മോടൊപ്പം ചെയ്യുന്നു. സ്മിത, ഈ പറഞ്ഞതുപോലെ നിവേദ്യ സമർപ്പണം, ദേവി ഇത് സ്വീകരിക്കുന്നു, ദേവിക്ക് ഇത് സമർപ്പിക്കുന്നു, അവരുടെ പ്രാർത്ഥനകൾ അത് ദേവിയിലേക്ക് അർപ്പിക്കുന്നു. ആ അർപ്പിക്കലിന് അല്പസമയങ്ങൾ മാത്രം അവിടെ ഈ അമ്പലത്തിൽ ചടങ്ങുകൾ തുടങ്ങിയോ സ്മിത?
അതെ, ഇപ്പോൾ ആ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് കൂടി പൂർത്തിയായിരിക്കുന്നു. ആറ്റുകാൽ പൊങ്കാലയുടെ ആ നിവേദ്യ സമർപ്പണം എന്നുള്ള ചടങ്ങാണ് അത്. പൊങ്കാല നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്. പൊങ്കാല അടുപ്പിൽ പൊങ്കാല തയ്യാറായിരിക്കുന്നു. എല്ലാ ഭക്തജനങ്ങളുടെയും പൊങ്കാല തയ്യാറായി കഴിയുമ്പോൾ ദേവീ ദർശനത്തിന് ഒരുങ്ങുന്നു. പക്ഷേ ആ ചടങ്ങ്, ദേവിക്ക് സമർപ്പിക്കുന്ന നിവേദ്യ ചടങ്ങ്, അത് പൂർത്തിയായത് ഇതാ ഇപ്പോഴാണ്. ശ്രീകോവിലിൽ നിന്നുള്ള തീർത്ഥം സഹമേൽശാന്തി കൊണ്ടുവരുന്നു. അത് ചെറിയ ചില പൂജകളും ചടങ്ങുകളും ഒക്കെ ഇവിടെയുണ്ട്. അതിനൊപ്പം ആ തീർത്ഥം തളിക്കുന്നു. അപ്പോൾ അത് നിവേദ്യമായി മാറുന്നു. അത് ദേവിക്ക് നിവേദ്യം സമർപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതേ സമയം തന്നെ 350ഓളം വരുന്ന പൂജാരികൾ അവർ പല ഭാഗങ്ങളിലേക്കായിട്ട് അതേ സമയം തന്നെ തീർത്ഥവുമായി പോകുന്നു. അത് എല്ലാ ഭക്തജനങ്ങളും പൊങ്കാല സജ്ജീകരിച്ച് വെച്ചിട്ടുള്ള അവരുടെ അടുപ്പിൽ അത് പോയിട്ട് ആ തീർത്ഥം തളിക്കുന്നതോടെ അവരുടെ പൊങ്കാല സമർപ്പണവും പൂർത്തിയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും മനോഹരമായൊരു ചടങ്ങാണ്. ഇത്ര ദിവസമായി വ്രതമെടുത്ത് നോമ്പ് നോറ്റ് ചിലരൊക്കെ തന്നെ മത്സ്യമാംസാദികൾ ദിവസങ്ങൾക്ക് മുൻപേ തന്നെ മത്സ്യമാംസാദികളില്ലാതെ 2 നേരവും കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച്, അത് അങ്ങനെ നിർബന്ധമില്ല, തലേ ദിവസം മാത്രം വ്രതമെടുത്ത് വരുന്നവരുമുണ്ട്. അങ്ങനെ ഇത്രയും ദിവസങ്ങളുടെ അവരുടെ കാത്തിരിപ്പിന് ഇപ്പോഴാണ് ആ കാത്തിരിപ്പ്, ആ വഴിപാട് പൂർത്തിയായിട്ടുള്ളത്. നിവേദ്യ സമർപ്പണം പൂർത്തിയാകുന്നതോടെ അത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇന്നത്തെ ദിവസമാണ് നടക്കുന്നത്. അത് പൊങ്കാല സമർപ്പണമാണ്. പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് ചടങ്ങ് നിവേദ്യം സമർപ്പിച്ച് കഴിയുമ്പോഴേക്കും ഒരു പ്രധാനപ്പെട്ട ഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഉത്സവം ഇപ്പോൾ പൂർത്തിയായിട്ടില്ല. നാളെ മാത്രമാണ് ഉത്സവം പൂർത്തിയാവുക. പൂരം നക്ഷത്രത്തിലെ പൗർണമി നാളിലാണ് ആറ്റുകാൽ പൊങ്കാല വരുന്നത്. പൂരം കഴിഞ്ഞ് മകംപൂരം ഉത്രം നാളിൽ 10ാം ദിവസം അന്നാണ് ദേവിയുടെ എല്ലാ ചടങ്ങുകളും പൂർത്തിയായി രാത്രിയാകുമ്പോഴേക്കും ഉത്സവം പൂർത്തിയാകുന്നത്. കാപ്പ് കെട്ടി കുടിയിരുത്തിയാണ് ചടങ്ങ് തുടങ്ങുന്നത്. കാപ്പ് കെട്ടുന്നത് 2 കാപ്പുകളുണ്ട്. ഒന്ന് ദേവിക്കും മറ്റൊന്ന് മേൽശാന്തിക്കും ആണ്. മേൽശാന്തിയുടെ കയ്യിലും, അത് ഉടവാളിലാണ്. ദേവിയുടെ ഉടവാളിൽ ഒരു കാപ്പ്, മേൽശാന്തിയുടെ കയ്യിൽ ഒരു കാപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ പുറപ്പെടാ ശാന്തിയാണ് ഈ ദേവിയുടെ മേൽശാന്തി എന്നുള്ളതാണ്. ക്ഷേത്രത്തിനകത്ത് നിന്ന് പുറത്തേക്ക് പോവില്ല, ക്ഷേത്രത്തിൽ തന്നെയാണ് താമസവും എല്ലാം. അത് പല ക്ഷേത്രങ്ങളിലെ ഒരു പ്രത്യേകതയാണ് പുറപ്പെടാശാന്തി. ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹത്തിനും നാളെ കഴിഞ്ഞാൽ മാത്രമാണ്, ഉത്സവ ചടങ്ങുകൾ കഴിഞ്ഞാൽ മാത്രമാണ് പുറത്തേക്ക് പോകാൻ കഴിയുക. സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ നിവേദ്യം, അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞിട്ട് പിന്നെ ദേവീ ദർശനത്തിനായിട്ട് കയറുമ്പോൾ കൂടുതൽ പുരുഷന്മാരും സ്ത്രീകൾക്കൊപ്പമുള്ള പുരുഷന്മാരും ദേവിയെ കണ്ട് ദർശിക്കാനായി കയറുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ കാണുന്നത് സ്ത്രീകൾ ഭക്തർ തന്നെയാണ് കൂടുതലുള്ളത്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിന് സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി കൊടുക്കുക എന്നുള്ള കാര്യമാണ് പുരുഷ ഭക്തന്മാർ ചെയ്യുന്നത്. അവർക്ക് ദേവിയെ കണ്ട് ദർശിക്കാനുള്ള അവസരം, അത് അവരെല്ലാ തിരക്കുകളും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.